ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ലേണിംഗ് സീരീസ്. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ബൈ ഗോഡ്സ് ഗ്രേസ് എവറിത്തിങ് ഗോയിങ് ഫൈൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലേണിംഗ് സീരീസ് ആണ്. അതായത് 10 പവർഫുൾ ഇംഗ്ലീഷ് ഫ്രേസസ് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഡെയിലി യൂസ് കോൺവെർസേഷന് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഒന്ന് മോഡിഫൈ ചെയ്ത് നമുക്ക് ഇംഗ്ലീഷിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചേർക്കാൻ പറ്റുന്ന ഫ്രേസസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 10 ഡെയിലി യൂസ് ഇംഗ്ലീഷ് ഫ്രേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള എക്സാമ്പിളും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്പെഷ്യലി ദിസ് വീഡിയോ ഇസ് ഫോർ ബിഗിനേഴ്സ് ആൻഡ് ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി ഹൈലി ഫ്രൂട്ട്ഫുൾ എസ്പെഷ്യലി ഫോർ ദ ബിഗിനേഴ്സ്. ഓക്കെ, and those who are watching my channel for the first time, kindly watch this video, and if you feel this video is highly fruitful for the upliftment of your language, kindly support me also. Okay, so once again, welcome back to my YouTube channel, Journey with. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഫ്രേസ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് നോവെയർ. ഓക്കെ, ഔട്ട് ഓഫ് നോവെയർ. ഈ ഔട്ട് ഓഫ് നോവെയർ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സഡൻലി, വെരി ക്വിക്ക്ലി, അല്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം സംഭവിക്കുക എന്നൊക്കെ ഉള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഔട്ട് ഓഫ് നോവെയർ, വളരെ പെട്ടെന്ന് സംഭവിക്കുക അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഔട്ട് ഓഫ് നോവെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ പെട്ടെന്നൊരു കാര്യം സംഭവിക്കുമല്ലോ, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഔട്ട് ഓഫ് നോവെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ റെയിൻ സ്റ്റാർട്ടഡ് ഔട്ട് ഓഫ് നോവെയർ. ഒരു പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷെ വളരെ പെട്ടെന്ന് മഴ പെയ്തു എന്ന് നമ്മൾ പറയുമല്ലോ. ദ റെയിൻ സ്റ്റാർട്ടഡ് ഔട്ട് ഓഫ് നോവെയർ, അല്ലെങ്കിൽ ദാറ്റ് ആക്സിഡൻറ്റ് ഹാപ്പൻഡ് ഔട്ട് ഓഫ് നോവെയർ. ആ ആക്സിഡൻറ്റ് സംഭവിച്ചത് അയ്യോ അത് ഓർക്കാപ്പുറത്ത് സംഭവിച്ച ഒരു സംഗതിയായിരുന്നു, വളരെ പെട്ടെന്ന് എന്ന് പറയില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഔട്ട് ഓഫ് നോവെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് ലിറ്റിൽ ബൈ ലിറ്റിൽ, അതായത് സ്ലോലി, പതുക്കെ പതുക്കെ എന്ന് നമ്മൾ പറയുമല്ലോ. ആ ഒരു മീനിങ് ആണ് നമ്മൾ ലിറ്റിൽ ബൈ ലിറ്റിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കൂടെ ശ്രദ്ധിക്കുക. ഇറ്റ്സ് ലിറ്റിൽ ബൈ ലിറ്റിൽ. ഓക്കെ, ലിറ്റിൽ എന്ന് നമ്മളിങ്ങനെ എടുത്ത് അത്രയും ഊന്നി ആക്ച്വലി സത്യത്തിൽ നമ്മൾ പറയാറില്ല. ഓക്കെ, ലിറ്റിൽ ബൈ ലിറ്റിൽ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഒറിജിനൽ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലിറ്റിൽ ബൈ ലിറ്റിൽ മീൻസ് സ്ലോലി എന്നുള്ളതാണ്, പതിയെ പതിയെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഒരു സെൻറ്റൻസ്, ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ, പതുക്കെ പതുക്കെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ലിറ്റിൽ ബൈ ലിറ്റിൽ ഷീ ഇംപ്രൂവ്ഡ് ഹർ ഇംഗ്ലീഷ്. ഓക്കെ, പതിയെ പതിയെ അവളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തു എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഇംഗ്ലീഷ് ലിറ്റിൽ ബൈ ലിറ്റിൽ. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റി പറയാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ തേർഡ് ഫ്രേസ് എന്ന് പറയുന്നത് വൺസ് ഇൻ എ വൈൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വല്ലപ്പോഴും, ചിലപ്പോഴൊക്കെ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതാണ് ഈ വൺസ് ഇൻ എ വൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇടയ്ക്ക് പറയുമല്ലോ, അവൾ എന്നെ വല്ലപ്പോഴും ഒക്കെ വിളിക്കാറുണ്ട്, അതെങ്ങനെ നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറയാം? ഷീ കോൾസ് മീ വൺസ് ഇൻ എ വൈൽ. ഓക്കെ, വൺസ് ഇൻ എ വൈൽ, ഷീ കോൾസ് മീ വൺസ് ഇൻ എ വൈൽ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഐ വാച്ച് മൂവീസ് വൺസ് ഇൻ എ വൈൽ. ഓക്കെ, ഇടയ്ക്കൊക്കെ ഞാൻ, വല്ലപ്പോഴും ഒക്കെ ഞാൻ സിനിമ കാണാറുണ്ട് എന്നല്ല, ചിലപ്പോൾ, എപ്പോഴും ഇല്ല, വല്ലപ്പോഴും എന്നുള്ളൊരു മീനിങ് ഉണ്ടല്ലോ, അതിനെയാണ് വൺസ് ഇൻ എ വൈൽ എന്ന് പറയുന്നത്. അപ്പോൾ സംടൈംസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എങ്ങനെ ഈ വൺസ് ഇൻ എ വൈൽ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്ത് കുറച്ചുകൂടെ നമ്മുടെ ഇംഗ്ലീഷിനെ ഒന്ന് ബെറ്റർ ആക്കി നമുക്ക് പറയാം. ഓക്കെ, ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ അൾട്ടിമേറ്റ്ലി, ഫൈനലി, എല്ലാത്തിനും ശേഷം നമ്മൾ എന്തോ ഒരു സംഗതി വളരെയധികം കൺസിഡർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാനാണ് യൂഷ്വലി നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും, എൻ്റെ ഒരു കേസിലൊക്കെ അങ്ങനെയാണ് കേട്ടോ, എനിക്ക് ഏറ്റവും അവസാനം അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എങ്ങനെ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പീസ് ഓഫ് മൈൻഡ് ഇസ് വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ശേഷം എനിക്കൊരു ദിവസത്തിൻ്റെ ഏറ്റവും അവസാനം എനിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിരുന്നാൽ പീസ് ഓഫ് മൈൻഡ് ആണ്, മനസ്സമാധാനമാണ് എന്നുള്ളത്. അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിലാണ് നമ്മളിത് പറയുന്നത്. മീൻസ് എല്ലാത്തിനും ഉപരി നമ്മൾ എന്താണോ ഫൈനലി കൺസിഡർ ചെയ്യുന്നത്, അൾട്ടിമേറ്റ്ലി, ഫൈനലി എന്നൊക്കെ ഉള്ളതിന് പകരം നമുക്ക് ഈ ഒരു ഫ്രേസ് ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് ബൈ ദ വേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ബൈ ദ വേ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സലീം കുമാറിനെയാണ്. അതായത് ഈ പുലിവാൽ കല്യാണത്തിനകത്ത് ബൈ ദ ബൈ എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് പറയാറുണ്ട് സ്ഥിരം. ഓക്കെ, അപ്പം ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ബൈ ദ ബൈ എന്നുള്ളതാണ്. ആക്ച്വലി ബൈ ദ ബൈ അല്ല, ഇറ്റ് ഇസ് ബൈ ദ വേ എന്നുള്ളതാണ്. അപ്പോൾ ഇനി എവിടെയാണ് നമ്മൾ ഈ ബൈ ദ വേ യൂസ് ചെയ്യുന്നത്? ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ടോപ്പിക്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ടോപ്പിക്, അതിനിടയിൽ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ചോദിക്കാനോ ഒക്കെയാണ് നമ്മൾ ഈ ബൈ ദ വേ യൂസ് ചെയ്യുന്നത്.
പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കതൊരു സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ നമുക്ക് എങ്ങനെ പറയാം? ബൈ ദ വേ വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താണ് നിൻ്റെ അടുത്ത പ്ലാൻ? അതാണ് സിറ്റുവേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ബൈ ദ വേ ഹൗ ഈസ് യുവർ മദർ? ഓക്കെ, നിൻ്റെ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിൻ്റെ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള സിറ്റുവേഷൻ. ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ടോപ്പിക്. ഓൾറെഡി നമ്മൾ ഒരു കാര്യം പറഞ്ഞു വന്നുകൊണ്ടിരുന്നതിനിടയിൽ തന്നെ ഒരു പുതിയൊരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ബൈ ദ വേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൈ ദ ബൈ അല്ല കേട്ടോ. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത്, അതായത് പുലിവാൽ കല്യാണം കണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ബൈ ദ ബൈ എന്നുള്ളതാണ്. പിന്നെയാണ് മനസ്സിലായത് ഇറ്റ് ഇസ് ബൈ ദ വേ എന്നുള്ളതാണെന്ന് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് ഓൾ ഓഫ് എ സഡൻ. ഓക്കെ, ഓൾ ഓഫ് എ സഡൻ. ഈ ഓൾ ഓഫ് എ സഡൻ എന്ന് വെച്ചാൽ വെരി ക്വിക്ക്ലി, വളരെ പെട്ടെന്ന് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്കൊരു സെൻറ്റൻസിൽ എങ്ങനെ പറയാം? ഓൾ ഓഫ് എ സഡൻ ദ ലൈറ്റ്സ് വെൻറ്റ് ഓഫ്. ലൈറ്റ് എല്ലാം പെട്ടെന്ന് അണഞ്ഞുപോയി. അല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ ഷീ കെയിം ടു മൈ റൂം ഈവൻ വിത്തൗട്ട് നോക്കിങ്. അവളൊന്ന് മുട്ട പോലും ചെയ്യാതെ പെട്ടെന്ന് കയറി എൻ്റെ റൂമിൽ വന്നു എന്ന് പറയില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ഓൾ ഓഫ് എ സഡൻ, വെരി ക്വിക്ക്ലി എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ വെരി ക്വിക്ക്ലി എന്ന് പറയുന്നതിന് പകരം ഈ വെരി ഒക്കെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഓൾ ഓഫ് എ സഡൻ എന്ന് പറയുന്ന ഫ്രേസസ് യൂസ് ചെയ്യാം. ഓക്കെ, ഫ്രേസസ് അല്ല, ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് ഫ്രോം ടൈം ടു ടൈം. ഓക്കെ, ഫ്രോം ടൈം ടു ടൈം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒക്കേഷണലി, വല്ലപ്പോഴും, ചിലപ്പോഴൊക്കെ എന്നുള്ള ഒരു അർത്ഥമാണ് ഈ ഫ്രോം ടൈം ടു ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതിനി നമുക്കൊരു സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ എങ്ങനെ പറയാം? നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ വല്ലപ്പോഴും ഒക്കെയാണ് പോകാറുള്ളത്. ഓക്കെ, അപ്പോൾ വി വിസിറ്റ് അവർ റിലേറ്റീവ്സ് ഫ്രോം ടൈം ടു ടൈം. ഓക്കെ, എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ പോകാറുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഐ വിസിറ്റ് മൈ ഹോം ടൗൺ ഫ്രോം ടൈം ടു ടൈം എന്ന് പറയാറുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ഫ്രേസ് എന്ന് പറയുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളതാണ്. അതായത് വെരി ക്വിക്ക്ലി, വളരെ പെട്ടെന്ന് തന്നെ എന്നുള്ള അർത്ഥമാണ് അത് വരുന്നത്. ഇത് കൂടുതലും നമ്മൾ ഈ ഒരു ഓഫീസ് സ്പേസിലൊക്കെ നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസാണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളത്. അതായത് ആ വർക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണേ എന്നുള്ളത്. പ്ലീസ് ഡു ദാറ്റ് വർക്ക് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളത് നമ്മൾ ഷോർട്ടാക്കി, അത് കൂടുതലും കാഷ്വൽ കോൺവെർസേഷനാണ് കേട്ടോ. നമ്മൾ ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് തന്നെ പറയണം. അല്ലാതെ നമ്മൾ കാഷ്വലായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ പ്ലീസ് കംപ്ലീറ്റ് ദ വർക്ക് അസാപ്പ് എന്ന് പറയാറുണ്ട്. ആസ് സൂൺ ആസ് പോസിബിളിനെ നമ്മൾ അസാപ്പ് എന്നാക്കി ഷോർട്ടാക്കി പറയാറുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, കാഷ്വൽ കോൺവെർസേഷൻ, അത് ആൾക്കാരനുസരിച്ചിരിക്കണം. നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ നമുക്ക് അസാപ്പ് എന്ന് പറയാം. അല്ലാതെ നമ്മളൊരു ഒഫീഷ്യൽ കോൺവെർസേഷനിലാണെന്നുണ്ടെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് തന്നെ പറയുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഒരു ഫ്രേസാണ് ഓൾ ദ ടൈം എന്ന് പറയുന്നത്, വിച്ച് മീൻസ് എല്ലായ്പ്പോഴും, ഓൾവേസ് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഈ ഓൾ ദ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷീസ് ഓൺ ഹർ ഫോൺ ഓൾ ദ ടൈം. അവളെപ്പോഴും അവളുടെ ഫോണിലാണ്. ഓക്കെ, ഷീസ് ഓൺ ഹർ ഫോൺ ഓൾ ദ ടൈം. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. അല്ലെങ്കിൽ ഹി കംപ്ലെയിൻസ് ഓൾ ദ ടൈം. അവനെപ്പോഴും അങ്ങ് പരാതി പറച്ചിലാണ്. ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ഹി കംപ്ലെയിൻസ് ഓൾ ദ ടൈം എന്നൊക്കെ നമുക്ക് പറയാം. ഓൾവേസ് എന്നുള്ള അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്, എല്ലായ്പ്പോഴും എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെയുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഫ്രേസസ് യൂസ് ചെയ്ത് ഒന്ന് ഇംഗ്ലീഷ് അപ്ഡേറ്റ് ചെയ്തൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് ഫോർ എ വൈൽ എന്നുള്ളതാണ്. ഫോർ എ വൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എ ഷോർട്ട് ടൈം, കുറച്ച് നേരത്തേക്ക് എന്നൊക്കെയുള്ള മീനിങ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഈ ഫോർ എ ഷോർട്ട് ടൈം എന്ന് പറയുന്നതിന് പകരം ഫോർ എ വൈൽ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു സെൻറ്റൻസ് ആക്കി നമുക്ക് എങ്ങനെ പറയാം? പ്ലീസ് സ്റ്റേ ഹിയർ ഫോർ എ വൈൽ. കുറച്ച് നേരത്തേക്ക് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഓക്കെ, ലെറ്റ് സിറ്റ് ഹിയർ ഫോർ എ വൈൽ. ഇവിടെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇരിക്കാം എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഫോർ എ ഷോർട്ട് ടൈം എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ പറയാം? ഫോർ എ വൈൽ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 10 ഫ്രേസസ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആൻഡ് എസ്പെഷ്യലി ഐ എം ഡൂയിങ് ദിസ് വീഡിയോ ഫോർ ബിഗിനേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ കേട്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ ഡെയിലി യൂസ് കോൺവെർസേഷനിലൊക്കെ ഇതൊന്ന് അപ്ലൈയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ദാറ്റ് വിൽ ബി മോർ ബെനിഫിഷ്യൽ. അല്ലാതെ നമ്മളിത് കേട്ടുകൊണ്ട് മാത്രം വരുന്നതുകൊണ്ട് ദാറ്റ് വോണ്ട് ബി മച്ച് ബെനിഫിഷ്യൽ. നമുക്കത് നല്ല രീതിയിൽ റിസൾട്ട് വരണം എന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ എക്സ്പെക്ടിങ് എ ഗുഡ് റിസൾട്ട്, പ്ലീസ് എക്സിക്യൂട്ട് ഇറ്റ്. ഓക്കെ, ആ കാര്യത്തിനകത്ത് ഒരു വിട്ടുവീഴ്ച കാണിക്കരുത്. അത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് പറഞ്ഞ് നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ടിങ് മീ ഓൾസോ. നിങ്ങൾ വരുന്ന പേഴ്സണൽ കോമൻസും ഇൻസ്റ്റയിൽ വരുന്ന പേഴ്സണൽ മെസ്സേജസും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ആൻഡ് കൈൻഡ്ലി ഡ്രോപ്പ് സം കോമൻറ്റ്സ് ഓൾസോ ബിക്കോസ് ദാറ്റ് വിൽ ബി ഹൈലി ബെനിഫിഷ്യൽ ഫോർ അതർ ലേണേഴ്സ് ടു ഫൈൻഡ് മീ ഓൾസോ കേട്ടോ. നമ്മുടെ ഈ ഒരു ചാനൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് കാണാൻ ആ ഒരു കോമൻറ്റ് സെക്ഷനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. Again we can meet with yet another video. Till then, bye from Ranaya.